ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴതോരും മുമ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ആ ഒരു ശരണ്യയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. മോളെ, നീ അല്ല തളരേണ്ടത്. ജയിലിൽ കിടക്കുന്നവരാണ്, അവരാണ് തോറ്റുപോയത്. അവരെ പോലെ നീചകന്മാരെ നീ ഒരിക്കലും പേടിക്കാനായിട്ട് നിൽക്കരുത്. നീ അവരുടെ മുന്നിൽ തോറ്റു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു മനധൈര്യം കൊടുക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മ, ശരണ്യയുടെ അമ്മ. അപ്പം അമ്മയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഈ ഒരു കാഴ്ച ഉണ്ടായപ്പോഴേക്കും. അപ്പം അമ്മ അവിടെ നിന്ന് ഓടി അങ്ങോട്ട് മുറ്റത്തേക്ക് പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ ശരണ്യക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തോന്നി. ശരണ്യ ഇങ്ങനെ കരയണം. മോളെ, നീ കരയരുത്. നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നീ തോറ്റുപോകും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ജയിച്ച് മുന്നേറുകയാണ് വേണ്ടത്. ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പം ശരണ്യയോട് പറയണം, മോള് പോയി കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വാ. അപ്പം മോളുടെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്തായി ആ കുട്ടി വന്നിട്ട് എന്തായി ചോദിച്ചപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഏട്ടാ. കാരണേ ദേ ആ ഒരു പെങ്കൊച്ച് നമ്മുടെ മോളെ എത്രമാത്രമാണ് ആശ്വസിപ്പിക്കുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല. ആ ഒരു കാഴ്ച നമ്മൾ കൗതുകത്തോടെ കണ്ടു നിന്ന് പോകും. നമ്മുടെ മനസ്സിന് വരെ ആശ്വാസം തോന്നുന്ന കാഴ്ചയാണ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ ചെറുക്കനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവൾ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്? എടാ, ആ പെങ്കൊച്ച് നിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ നീ ഇപ്പം ജയിലിൽ കിടക്കേണ്ടി വന്നാനെ. അപ്പോൾ അവൾ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയാൻ പോലും നിനക്കിവിടെ നാവ് ഉയർത്തേണ്ട ഒരവസ്ഥ വരില്ല. മനസ്സിലായല്ലോ? എന്നിട്ട് അവൻ വർത്തമാനം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആ പെൺകൊച്ചിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണ്ടേ, ഭക്ഷണം കൊടുക്കണ്ടേ, എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് പോയി നോക്ക്. അയ്യോ, അത് ശരിയാണല്ലേ, ഞാൻ പോയി എന്നാൽ പെട്ടെന്ന് റെഡിയാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലിട്ട് പോവുകയാണ് ഈ അമ്മ. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഈ ശരണ്യാണെങ്കിൽ കുളിച്ച് നല്ലൊരു സുന്ദരി കുട്ടിയായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ ശരണ്യ ഇങ്ങനെ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന തന്നെ തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ്, മുഖം തുടച്ച് കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണാടി പോയി നിന്നിട്ട് പറയാണ്, എൻ്റെ മോള് എത്ര സുന്ദരി കുട്ടിയാണ്, നോക്കിക്കണ്ടേ. മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട. മോളെ ഇനി ആരും ഉപദ്രവിക്കാനായിട്ട് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോഴും ശരണ്യയുടെ മുഖത്ത് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അപ്പോഴാണ് അമ്മ 2 പ്ലേറ്റ് ചോറായിട്ട് വരുന്നത്. അങ്ങനെ ചോറ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മോളെ അലീന, ഇത് നിനക്കുള്ളതാണ്. അയ്യോ, എനിക്ക് വേണ്ടമ്മേ, ഈ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കുള്ളതുണ്ട്. ഞങ്ങൾ 2 പേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചോളാന്നേ. മോളെ, അത് പിന്നെ സത്യം പറഞ്ഞത്, ഞങ്ങൾ 2 പേരും ഈ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചോളാം. അമ്മ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞു വിടുക. അങ്ങനെ നമ്മുടെ ശരണ്യക്ക് ആ ഒരു ചോറിങ്ങനെ വാരി കൊടുക്കുക. അപ്പോൾ വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യ അത് കഴിക്കുകയും ചെയ്യാണ്. ശരണ്യ അപ്പോൾ കണ്ണീരൊഴുക്കുക കഴിഞ്ഞപ്പോഴേക്കും മോള് കരയാണ്. ചേച്ചി പറഞ്ഞെന്താ, മോള് കരയരുതെന്നല്ലേ? മോള് കരഞ്ഞാൽ അവർ ജയിക്കും, നമുക്ക് അവരെയല്ലേ തോൽപ്പിക്കേണ്ടത്. അപ്പോൾ മനസ്സിന് നല്ല ധൈര്യമൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായി മിടുക്കിയായിട്ട് നിൽക്കണ്ടേ. ഇനി കോളേജിൽ പോകണം, പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. മോൾക്ക് പറ്റിയത് തെറ്റൊന്നും അല്ലെന്നേ. കാരണം ബാങ്കിൽ പൈസയെല്ലാം ഡെപ്പോസിറ്റ് ചെയ്ത് കുറേ കാത്തിരുന്നിട്ടാണോ പ്രണയിക്കുന്നത്? ഈ പ്രണയം മനസ്സിലെപ്പോഴും വരും. അങ്ങനെ മോൾക്ക് പ്രണയം വന്നു, മോള് പ്രണയിച്ചു. പക്ഷേ അവൻ ചതിയനാണെന്ന് മോൾ അറിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് മോൾക്ക് സംഭവിച്ചത്. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർക്കരുത്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തളർന്നു പോകും. നമ്മുടെ തളർച്ച കാണാനാ എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ മുന്നിലൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന തുടങ്ങി കുറേ തത്വങ്ങളൊക്കെ. അങ്ങനെ ഇതെല്ലാം കേട്ട് നമ്മുടെ ശരണ്യക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുക. പിന്നീട് കാണിക്കുന്നത് മനുവിനെയാണ്. അപ്പോൾ മനു ആണെങ്കിൽ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്തും മനു അലീനയെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഇത് കണ്ട മനുവിന് കല്ലി വരിക. അങ്ങനെ മനു നേരെ നമ്മുടെ കൃഷ്ണമോളെ വിളിക്കുക. അപ്പോൾ കൃഷ്ണമോള് മേശപ്പുറം എല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കോൾ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനുവേട്ടാ, എന്താ മനുവേട്ട വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ കൃഷ്ണമോളെ, അലീന വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അലീന എങ്ങോട്ടാണ് പോയത്? അത് പിന്നെ അലീന ചേച്ചി പോയത് ആ കോളനിയിലേക്കാണല്ലോ. എന്താ, മനുവേട്ടനോട് പറഞ്ഞില്ലേ? എന്നോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അവളെന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? മോളെ വിളിച്ചില്ലേ? അത് പിന്നെ എന്നെ വിളിച്ചായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരണ്യയെ കണ്ടു, ശരണ്യയോട് സംസാരിച്ചു, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത്.
പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ അലീന എങ്ങോട്ട് പോയി കൃഷ്ണമോളെന്ന് ചോദിക്കുകയാണ്. ചിലപ്പോഴേ ആ ഷായ്ച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവിടെ ഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഡ്രസ്സ് കൊടുക്കാനോ? എന്ത് ഡ്രസ്സ്? അല്ല, അലീന ചേച്ചിയുടെ മേത്ത് മണ്ണൊഴിച്ചല്ലോ, ഡ്രസ്സെല്ലാം കത്തിപ്പോയില്ലായിരുന്നു, കീറിപ്പോയില്ലായിരുന്നോ? ആ സമയത്ത് ആ ഷായ്ച്ചേട്ടൻ്റെ പെങ്ങക്കടെ ഡ്രസ്സാ അലീന ചേച്ചിക്ക് ഇടാനായിട്ട് കൊടുത്തത്. അങ്ങനെ അലീന ചേച്ചി അത് ഇട്ടു. ഇവിടെ വന്ന് ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് തിരിച്ചു കൊണ്ടേ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണെന്ന് പറയണോ. ഓ എൻ്റെ ദൈവമേ! എന്നാലും അലീനയ്ക്ക് ഇത്രേ ധൈര്യമൊന്നും വേണ്ടായിരുന്നു. അലീന ബാലേന്ദ്രൻ സാർ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അല്ല മനുവേട്ടാ, അലീന ചേച്ചി ബാലേന്ദ്രൻ സാറിൻ്റെ വീട്ടിലെ കുട്ടിയല്ല, നികേതനത്തിലെ കുട്ടിയാണ് എന്ന് പറയാൻ. അവിടെ വളർന്ന പെൺകുട്ടിയാണ്. അപ്പം നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. ഓരോ സഹപ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടു നടന്ന പെൺകുട്ടി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അലീന ചേച്ചിക്ക് അത് കൈയും കെട്ടി നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല മനുവേട്ടാ. അതൊന്നും ആലോചിച്ചാൽ മതി. പിന്നെ മനുവേട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ, ഇനിയും ഇതേപോലെ ഒരു ശാന്തി നികേതൻ തുടങ്ങാൻ വിധിയുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് അലീന ചേച്ചി പോകുമെന്നാ അലീന ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ട മനുവാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം അലീനയും എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണമോളെ എന്ന് പറയാം. അതുകൊണ്ട് അലീന ചേച്ചിയെ നമുക്ക് ഈ കാര്യത്തിൽ തിരുത്താനായിട്ട് പറ്റില്ല. ആരെങ്കിലും കണ്ണെന്നറിയെ മനസ്സ് വേദനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അലീന ചേച്ചി ആ ഒരു വഴിയെ പോകും. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. സാറോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ വീണ്ടും ആശ്വസിപ്പിക്കാൻ വേണ്ടി അലീന അങ്ങോട്ട് പോയോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സാർ, അലീന അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല, വളരെയേറെ സമാധാനപരമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല സാർ എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ നിൽക്കരുത്. കാരണം അലീനയോട് ഞങ്ങൾ ചോദിച്ചതാണ് കേസ് എഴുത്തരാനായിട്ട്. അപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞാണ് ആ കുട്ടിക്ക് പരാതിയില്ലെന്ന്. അപ്പോൾ നമുക്കതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പോലീസുകാർ പറയണം. സാർ ഇപ്പം ഞാൻ വന്നത് എനിക്ക് കട തുറക്കാനായിട്ട് പറ്റുമോ, ഞാനൊന്ന് കട തുറന്നോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും താൻ ധൈര്യമായിട്ട് തുറന്നോ ഫലേന്ദ്ര, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഒരു കടയല്ല 2 കടയും തുറന്നോ, അതിനുള്ള അനുവാദവും ഒക്കെ ഞങ്ങൾ തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഒരുപാട് നന്ദിയുണ്ട് സാറേ എന്നിങ്ങനെ പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ നേരെ പുറത്തേക്കിറങ്ങി വണ്ടി ഓടിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗോവർദ്ധനെ വിളിക്കുകയാണ് ബാലേന്ദ്രൻ. ബാലേട്ടാ, എന്താ ബാലേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, തനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കണം. അയ്യോ ബാലേട്ടാ, എന്തെങ്കിലും അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്താ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗോവർദ്ധന താൻ അങ്ങോട്ട് വരുവുള്ളൂ. അയ്യോ അങ്ങനെയല്ല, അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്ന് ഷേവൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. സാവധാനം വന്നാൽ മതി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, അതിനു വേണ്ടി തന്നെയാണ് തന്നെ ഞാൻ വിളിച്ചു വരുത്തുന്നത് എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് നേരെ പോവാണ്. അപ്പോൾ നേരെ പോകുമ്പോൾ കൂടെ ഭാര്യയുണ്ട്. അപ്പോൾ എന്തായി, ഇനിയിപ്പോൾ നമുക്ക് പോണ വഴി ഹോസ്പിറ്റലിൽ ഇറങ്ങണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട, ഹോസ്പിറ്റലിൽ ഇറങ്ങണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതായി ഓരോ ചോദ്യങ്ങളായി പറച്ചിലായി, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ബാലേട്ടൻ്റെ ഒരു അവസ്ഥ കാണുമ്പോഴാകെ സങ്കടം തോന്നും. വീട്ടിൽ നിന്ന് ശലീനയ്ക്കാണെങ്കിൽ ഇങ്ങനെ, പിന്നെ അതേ രോഹിത്തിൻ്റെ ഇങ്ങനെ സംഭവിച്ചു, അതേപോലെ തന്നെ അവൻ്റെ ഒരു അവസ്ഥ, ബാലേട്ടനാണെങ്കിൽ അസുഖം, എന്തെല്ലാം കാണണം, ഈ ഒരു ഇതിൽ തന്നെ എന്തെല്ലാം അനുഭവിച്ചു ബാലേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറയാം. എല്ലാത്തിനും കാരണം വൈജിയാണല്ലോ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വരുന്നു നമ്മുടെ ഗോവർദ്ധൻ്റെ ഭാര്യയും കൂടി. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. വാ ആൻറ്റി അങ്കിളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുക. അപ്പോൾ അവിടെ ബബിത ഇരുന്ന് എന്തൊക്കെയോ സ്നാക്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഗോവർദ്ധൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, എന്താ നീ കഴിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും മതൻ്റെ അപ്പുറത്തൊരു കടയുണ്ടായിരുന്നു, ആ കടയിൽ നിന്നൊരു സ്നാക്സ് മേടിച്ച് കഴിക്കുകയാണ്, സമയം പോകണ്ടേ, എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനേ വീട്ടിലുണ്ടാക്കിയ കുറേ പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ പലഹാരങ്ങൾ മുഴുവനും നിരത്തി വയ്ക്കുക. അപ്പോൾ അലീനയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനയോ, അവളിവിടെയെങ്ങുമില്ല, അവളെ അങ്ങോട്ട് പോയിരിക്കുക, ആ കോളനിയിലേക്കോ. അപ്പോൾ കൃഷ്ണമോള് പറയണ ശരണ്യെ കാണാൻ. ശരണ്യോ, അതാരാ എന്ന് ചോദിച്ചപ്പോഴേക്കും പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, അതാണ് ശരണ്യ എന്ന് ഗോവർദ്ധൻ പറയാണ്. ഇവൾക്ക് പത്രമൊന്നും വായിക്കാറില്ല, ഇവൾക്ക് അതിനെക്കുറിച്ച് അറിയാനും പാടില്ല. അല്ല
അങ്ങനെ പത്രം വായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര് പറയാൻ പാടില്ലെന്നല്ല നിയമം. അതുകൊണ്ട് പറയുന്നില്ല എന്ന രീതിയിൽ തന്നെ ഇവിടെ സംസാരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അത് വല്ലതും അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും എന്ത് സംഭവം? അല്ല, അപ്പോൾ നിങ്ങൾ അലീനയെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? അലീന ഇതിനു മുമ്പ് കോളനിയിലേക്ക് പോയതിനു ശേഷം അവിടെ ചെന്ന് അവിടെ നാട്ടുകാർ മുഴുവനും അലീനയെ വട്ടം കൂടി അവളെ കിട്ട് നല്ല പൊതിര് പൊരുത്തി, എന്നിട്ട് തലയിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച് അവളങ്ങോട്ട് കത്തിച്ചു. ഇത് കേട്ട നമ്മുടെ കൃഷ്ണമോള് എന്തിനാ വിതേച്ചി, എന്തിനാണ് ഇങ്ങനെ കിടന്ന് നുണ പറയുന്നത്? എന്ത് നുണ പറയുന്നു? തീപ്പെട്ടി ഉരച്ചു, കത്തിയില്ല, അത്രയല്ലേ വ്യത്യാസം വന്നുള്ളൂ. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട്. ഇത് കേട്ട ഗോവർദ്ധൻ്റെ ഭാര്യയാണെങ്കിൽ പേടിച്ചു പോവുകയാണ്. ദൈവമേ, എന്തിനാ ഇത്രയും പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് അവൾ പോയത് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിലും ആൻറ്റി ഒന്ന് വിചാരിച്ച് നോക്ക്, ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം, അവൾ ഈ കുടുംബത്തിലാണ് നിൽക്കുന്നത്, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവൾ സഹായത്തിന് വേണ്ടി പോകുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ ആൻറ്റി എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല അലീന ഈ വീട്ടിലെ പെൺകുട്ടിയാണല്ലോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അലീന ചേച്ചി ഈ വീട്ടിലെ പെൺകുട്ടിയല്ല. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അലീന ചേച്ചി ഈ അനാഥാലയത്തിൽ വളർന്നൊരു കുട്ടിയാണ്. അവിടുത്തെ പരിചരണവും സ്നേഹവും കൊണ്ട് വളർന്ന കുട്ടിയാണ്. മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവരുടെ വേദനയൊക്കെ മനസ്സിലാക്കി നടക്കുന്ന പെൺകുട്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് പെട്ടെന്ന് മാറ്റാനായിട്ട് കഴിയോ? ഇല്ല. അതുകൊണ്ട് ചേച്ചിയുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാനൊക്കെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ ഗോവർദ്ധൻ്റെ ഭാര്യ ചോദിക്കണം, ആ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചത് കൊണ്ട് നമുക്കെന്താ പ്രയോജനം? അങ്ങനെ ചോദിക്കാൻറ്റി എന്ന് ഭവിത പറയാ. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ചേച്ചി അങ്ങനെയാന്നേ, അതൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തു പറയാനായിട്ട്? അപ്പോഴേക്കും ഭവിതയാണെങ്കിൽ അവളുടെ അഹങ്കാരം, അല്ല ഇതൊക്കെ ബാലേന്ദ്രൻ അറിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നെ അച്ഛനറിയാം, അച്ഛൻ അവളുടെ പക്ഷത്തല്ലേ, എന്നാലും അച്ഛനൊരക്ഷരം മിണ്ടൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതേ ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നു. എന്താണ് ഭവിതേ, നിനക്കെന്താ ഭയങ്കര ദേഷ്യം? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഭവിത കയറി പോവാണ്. അപ്പോൾ ഗോവർദ്ധൻ എത്തിയല്ലേ, എന്താടി ഇത്? ഞാൻ ഗോവർദ്ധനെ വിളിച്ച് വരുത്തിയപ്പോൾ നീയും കൂടെ ഇറങ്ങി പോന്നല്ലേ? അത് പിന്നെ ഞാനൊന്ന് പിള്ളേരെ കാണാമെന്നൊക്കെ വിചാരിച്ച് പോന്നതാണ് ഏട്ടാ എന്നൊക്കെ പറയാം. അപ്പോൾ അലീനയെ വിളിച്ചിട്ട് കിട്ടിയോ മോളെ എന്നൊക്കെ കൃഷ്ണമോളോട് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛാ, ഞാൻ അലീന ചേച്ചി വിളിച്ചായിരുന്നു, അലീന ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതിഷ്ടം പോലെ പലഹാരം ഉണ്ടല്ലോ. ഇപ്പോൾ വൈജിയാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാടി നീ പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്നത്? ഇവിടെ ഇഷ്ടം പോലെ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം പൂത്തപ്പം ഞങ്ങൾ എടുത്ത് കളഞ്ഞു. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഈ പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല, അവർ ബർഗർ പിസ്സ അത് മാത്രമേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നീ കൊണ്ടുവന്ന പലഹാരം നിന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തന്ന് വിട്ടാനായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേട്ടൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ഇതിനു മുമ്പ് വൈജേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു, ഒരു ചിലത് നാണക്കേടായിരുന്നു. അതെ, നാണക്കേട് ഉണ്ടാകണം, അതിനു വേണ്ടിയാണല്ലോ വൈജി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയാം. ഗോവർദ്ധ ഇങ്ങോട്ട് വാ, എനിക്ക് അത്യാവശ്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെ വിളിച്ചുകൊണ്ട് പോവാ. അപ്പോൾ ഗോവർദ്ധനെ വിളിച്ചിട്ട്, ഗോവർദ്ധ നമുക്ക് കടയൊക്കെ തുറക്കണ്ടേ? ഇങ്ങനെ വിട്ടാൽ ശരിയാവോ? അത് പിന്നെ ബലേട്ടാ, കടയൊക്കെ തുറക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവരത് പ്രശ്നം ഉണ്ടാക്കൂലേ? എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു? അവരെന്താ എന്നെ അങ്ങോട്ട് കത്തിക്കട്ടേന്നേ എന്ന് ബാലേന്ദ്രൻ പറയാ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.